നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പറന്നുയർന്ന ശേഷം വിമാനം അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ദുബായിലേക്ക് പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിന് തീപിടിക്കുകയുണ്ടായി. തിങ്കളാഴ്ച രാത്രി പ്രാദേശിക സമയം 9:15 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ദുബായിലേക്ക് പറന്നുയരുന്നതിനിടെയാണ് വിമാനത്തിന് തീപിടിച്ചത്. തുടർന്ന് ഏറെ നേരത്തെ ആശങ്കകൾക്കൊടുവിൽ വിമാനം ദുബായ് വിമാനത്താവളത്തിൽ തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ കത്തിയത്. തുടർന്ന് 169 യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് രണ്ടാമത്തെ എഞ്ചിൻ ഉപയോഗിച്ചാണ് വിമാനം പറന്നത്. വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചെന്ന് വ്യക്തമായതിനെ തുടർന്ന് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിച്ചുവെങ്കിലും പിന്നീട് ദുബായിലേക്ക് തന്നെ തിരിച്ചുവിടാൻ പൈലറ്റ് തീരുമാനിക്കുകയായിരുന്നു. രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വിമാനം യാത്ര തുടരാൻ പൈലറ്റ് തീരുമാനിച്ചത്. ദുബായ് സമയം ചൊവ്വാഴ്ച പുലർച്ചെ 12:11 വിമാനം ദുബായിൽ ലാൻഡ് ചെയ്തത്. അതേസമയം നിരവധി യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനത്തിൽ അഗ്നിബാധ ഉണ്ടായ വാർത്ത കഴിഞ്ഞ ദിവസവും റിപ്പോർട്ട് ചെയ്തിരുന്നു. യാത്രക്കാരെ പരിഭ്രാന്തരാക്കിക്കൊണ്ട് തീപിടിച്ച ചിറകുകളുമായി ഈ വിമാനം ആകാശത്ത് 40 മിനിറ്റുകളോളമാണ് പറന്നത്. ആരെയും ഭയപ്പെടുത്തുന്ന ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു. ഓഹിയോയിലെ ജോൺ ഗ്ലെൻ കൊളംബസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അരിസോണയിലെ ഫിനിക്സിലേക്ക് യാത്ര തിരിച്ച വിമാനത്തിലായിരുന്നു അപകടം സംഭവിച്ചത്. തീ തുപ്പിക്കൊണ്ട് ആകാശത്ത് പറന്നത് അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിംഗ് 737 വിമാനമായിരുന്നു. തുടർന്ന് 40 മിനിറ്റുകളോളം പറന്ന ശേഷമാണ് ഈ വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കിയത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് തീ വരുന്നത് കാണാം. പക്ഷികൾ എഞ്ചിനകത്ത് കുടുങ്ങിയതിനാലാണ് അഗ്നിബാധ ഉണ്ടായതെന്നാണ് പൈലറ്റ് അറിയിച്ചതായി വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പറഞ്ഞത്. ഫിനിക്സിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം പെട്ടെന്ന് തന്നെ തിരിച്ച് ഓഹിയോയിൽ ഇറക്കുകയായിരുന്നു. തിരിച്ചിറക്കിയ വിമാനത്തിലെ യാത്രക്കാരെ മുഴുവൻ അതിവേഗം തന്നെ ഒഴിപ്പിച്ചതുകൊണ്ട് ഒരു വൻ ദുരന്തമാണ് ഒഴിവായത്. ആർക്കും പരിക്കുകൾ പറ്റിയതായി റിപ്പോർട്ടുകളില്ല. പിന്നീട് ഇവരെ മറ്റൊരു വിമാനത്തിൽ ഫിനിക്സിലേക്ക് അയക്കുകയായിരുന്നു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അഗ്നിബാധയെക്കുറിച്ച് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അഗ്നിബാധയെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ രീതിയിൽ തുടരുന്നുണ്ടെന്ന് വിമാനത്താവള അധികൃതരും അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.